Hello everyone. So I'm back with another live. This is Archana from Tiju's Academy. Okay, let's wait for our friends to join and we'll start after that. Yes, some of them have joined. So we'll start now. In the last class, we were discussing about the art of narration, isn't it? In the cue card, how to describe things, how to elaborate our content. So you are not out of content at any time. At that class, I promised that I'll come up with some kind of the different kinds of warm-up questions that are asked in IELTS speaking. So today we are going to discuss about the different types of questions that can be asked in IELTS speaking warm-up. Okay? Yes. So before that, in warm-up, that is our starting session of IELTS speaking, isn't it? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വാം-അപ്പ് എന്ന് പറയുന്നത്. ഐ ഓൾറെഡി ടോൾഡ് യു നമ്മൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ആ നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊന്ന് കംഫർട്ടബിൾ ആക്കുന്ന സെഷനാണ് വാം-അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൗണ്ട് വോയിസ് മോഡുലേഷൻ ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടൈമിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മുടെ ഓവറോൾ സ്പീക്കിങ്ങിൻ്റെ മാർക്സ് ഒരിക്കലും വാം-അപ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല. അത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്യൂ കാർഡും ഫോളോ അപ്പും തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാം-അപ്പ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസേഴ്സ് പറയുന്നതിലൊന്നും ബോധേഡ് ആവരുത്. ലുക്ക് സ്ട്രേറ്റ് ഇൻ ടു ദി ഐ ഓഫ് ദി ഇൻ്റർവ്യൂവർ ആൻഡ് സ്പീക്ക് കോൺഫിഡൻ്റ്ലി. ദാറ്റ്സ് ഓൺലി തിങ് വി ഹാവ് ടു ഡു ദെയർ. ആൻഡ് ദേ വിൽ ബി ആസ്കിങ് വെരി ഈസി ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് വാം-അപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ക്യൂ കാർഡിൽ നമുക്ക് ഐഡിയാസ് ഷോർട്ടേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് കിട്ടിയാൽ അതിനെ എങ്ങനെ ഇലാബറേറ്റ് ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു വിൽ കം അപ്പ് വിത്ത് സം മോർ വാം-അപ്പ് ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാണ് യൂഷ്വലി IELTS സ്പീക്കിംഗ് വാം-അപ്പിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഓക്കെ, അവിടെ ജനറലി നമുക്ക് ചോദിക്കുന്നത് 2 to 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ബേസ്ഡ് ആയിട്ടായിരിക്കും. നമ്മളെ പറ്റി ചോദിക്കാം, അത് കൂടാതെ 1-2 വേറെ ടോപ്പിക്സിനെ പറ്റിയിട്ടും എന്ത് ചോദിക്കാം, വാം-അപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ലെറ്റ്സ് സീ അബൌട്ട് ദാറ്റ്. The questions in part 1 are on 3 familiar topic areas. The first topic will be studies, work, or where you live. Your answers are from your life and experience, and there is no right or wrong answers. Good afternoon. Okay. Yes. So in the first part, there is no right or wrong answer because all questions will be related to ourselves, our name, our place. So we know about that. We are not going to make mistakes at that point of time. Okay. Now, we are going to get familiarized with some basic questions. Okay, so these questions are about ourselves. How the interviewer is going to start the exam. Okay, that is shown in these kind of questions. First of all, the interviewer will be asking as the ID card. നമ്മളോട് ID card provide ചെയ്യാൻ പറയും, അന്നേരം കൊടുക്കാൻ പറയും. And we'll be showing that to him. Then after that, he may ask our full name. നമ്മളുടെ നെയിം എന്താണ്, ഫുൾ നെയിം എന്താണ്. നമ്മളോട് നെയിം ചോദിക്കുമ്പോൾ വി ഹാവ് ടു ടെൽ അവർ ഫുൾ നെയിം. വാട്ട് ഷോൾ ഐ കോൾ യു. ചിലർ ആൻസർ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, എൻ്റെ ഫുൾ നെയിം ഇന്നതാണ് ആൻഡ് യു മേ കോൾ മീ, എന്ത് വിളിക്കണം എന്നുള്ളതും പറയും. ലൈക്ക് ഇഫ് യു ഹാവ് 2 നെയിംസ്, അപ്പോൾ സെക്കൻഡ് നെയിം ആണോ ഫസ്റ്റ് നെയിം ആണോ നിങ്ങളെ വിളിക്കേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ, അതർവൈസ് ദി ഇൻ്റർവ്യൂവർ വിൽ ആസ്ക് എന്ത് വിളിക്കണം എന്നുള്ളത്. ദെൻ ഡസ് യുവർ നെയിം ഹാവ് എനി സ്പെഷ്യൽ മീനിങ്. ഇപ്പോൾ ഇത് നമ്മൾ വളരെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളോടിപ്പോൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ വലിയ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ, എങ്കിലും വെൻ ദേ ആർ ആസ്കിങ് ആസ് എ ക്വസ്റ്റ്യൻ നമുക്കതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അപ്പോൾ നമ്മളിത് നമ്മളുടെ നെയിമിനെ കുറിച്ച് ചോദിക്കുന്ന എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ നെയിം ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ്. ഡസ് യുവർ നെയിം ഹാവ് എനി സ്പെഷ്യൽ മീനിങ്. നമ്മളുടെയൊക്കെ നെയിമിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. Now, why do so many people change their names? എന്തുകൊണ്ടാണ്
ചില ആൾക്കാർ പേര് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്ന വാമപ്പ് ക്വസ്റ്റനിൽ തന്നെ നമ്മളോട് പേര് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നെയിംസ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ ചോദിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും ഉറപ്പായിട്ടും ചോദിക്കണമെന്ന് ഇല്ല, നിർബന്ധമില്ല. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ID കാർഡ് ചോദിക്കും, നമ്മുടെ നെയിം എന്താണെന്ന് ചോദിക്കും, അവരെങ്ങനെ നമ്മളെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് ചോദിക്കും. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൂടാതെ ഈ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അവർ ചോദിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇൻ കേസ് ഓഫ് ദി ആസ്കിങ് ടു us, നമ്മൾ ഒരിക്കലും സ്റ്റാമർ ചെയ്യാൻ പാടില്ല. വി ഷുഡ് ബി ഫുൾ കോൺഫിഡൻറ്റ് ടു ആൻസർ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ വൈ ഡു സം പീപ്പിൾ ചേഞ്ച് ദിയർ നെയിംസ്? ഇൻ കേസ് നമ്മളോട് ചോദിക്കുകയാണ് ചില മനുഷ്യർ എന്തുകൊണ്ട് അവരുടെ പേര് ചേഞ്ച് ചെയ്യുന്നു, നമ്മൾക്ക് ആൻസർ അറിയാമോ? തിങ്ക് ഓഫ് ഇറ്റ്. അപ്പോൾ നമ്മൾ അന്നേരമൊന്നും പാനിക് ആവേണ്ട. ദേ ആർ ജസ്റ്റ് ഹാവിങ് എ കാഷ്വൽ കോൺവെർസേഷൻ വിത്ത് ദസ്. വാമപ്പാണ്, നമ്മളെ കംഫർട്ടബിൾ ആക്കുകയാണ്. അപ്പോൾ അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. കോൺഫിഡൻ്റ്ലി ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളാണെങ്കിൽ ഇതിന് ആൻസർ എങ്ങനെ പറയും? തിങ്ക് ഓഫ് ഇറ്റ്. Many people will be having many different reasons to change their names, isn't it? Some people may change their names when they get into adulthood because they don't like their name. And some people change their name to suit for their profession. For instance, celebrities, film actors are changing their names. And different people will be having different reasons for the same. Good afternoon. Okay. സോ ഇങ്ങനെയാണ് നമ്മളുടെ നെയിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളത്. നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മളുടെ നെയിം മീനിങ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇൻ കേസ് അവർ ചോദിച്ചാൽ സ്വന്തം പേരിൻ്റെ അർത്ഥം പോലും അറിയില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ടല്ലോ. യെസ്. ഓക്കെ, ഈസ് യുവർ നെയിം ഇമ്പോർട്ടൻറ്റ് ടു യു? നിങ്ങളുടെ പേര് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണോ? ലൈക്ക് ഇറ്റ് ഇസ് അവർ ഐഡൻറ്റിറ്റി. നമ്മൾ ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ നെയിം എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് അവർ നെയിംസ് ഇൻ ഓൾ അവർ സർട്ടിഫിക്കറ്റ്സ്. നമ്മളെ ഒരാൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മുടെ പേര് വെച്ചിട്ടാണ്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വലുത് തന്നെയാണ്. അപ്പോൾ ഒരാളോട് വാമപ്പിൽ ഇൻ കേസ് നെയിംസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഫസ്റ്റ് 3 എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് അവർ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ പേരും ഒക്കെ പറഞ്ഞിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, പേരൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് എന്താണ് ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടി നെയിംസ് റിലേറ്റഡ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നോ അബൌട്ട് ദാറ്റ്. ഓക്കെ, നൗ the questions that can be asked related to hometown or birthplace. നമ്മളോട് ആദ്യം പേര് ചോദിച്ചിട്ട് they may ask where do you come from, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ പ്ലേസ് പറഞ്ഞു കഴിയുമ്പം നമ്മുടെ ഹോം ടൗണിനെ പറ്റി തന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് നിന്ന് വരുന്നു ആ സ്ഥലത്തിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്ലേസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സ്പെഷ്യാലിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പ്ലേസ് എന്തിനാണ് ഫേമസ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഇഫ് ദേ ആർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ് യു ഷുഡ് കോൺഫിഡൻ്റ്ലി ആൻസർ ദാറ്റ്. സോ വേർ ഡു യു കം ഫ്രം, വേർ ഡു യു ലിവ്, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, ക്യാൻ യു ടെൽ മീ സംതിങ് അബൌട്ട് യുവർ ഹോം ടൗൺ? അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ഹോം ടൗണിനെ പറ്റി എന്ത് നിങ്ങൾക്ക് പറയാനറിയാം. ആൻഡ് വൺ മോർ തിങ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഇസ് വാമപ്പ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ക്യൂ കാർഡിലെ പോലെ ഒരുപാട് ഡിസ്ക്രിപ്റ്റീവായിട്ടൊന്നും ആൻസേഴ്സ് പറയാൻ നിൽക്കേണ്ട. ഇഫ് യു എക്സീഡിങ് ദി ലിമിറ്റ് ദി ഇൻ്റർവ്യൂവർ വിൽ വോൺ യു ലൈക്ക് ദേ മേ ആസ്ക് യു ടു സ്റ്റോപ്പ്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിൽ വെക്കുക. മാക്സിമം ഒരു 2 to 3 സെൻറ്റൻസ്, പിന്നെ നിങ്ങളുടെ പേസ് അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുക എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. അല്ലാതെ നമ്മൾ ഒരുപാട് ഇലാബറേറ്റീവ് ആയിട്ടൊന്നും വാമപ്പിൽ ആൻസേഴ്സിൻ്റെ ആവശ്യം ഇല്ല. ദെൻ ക്യാൻ യു ടെൽ മീ സം ഫേമസ് ലാൻഡ്സ്കേപ്സ് ഓർ സീനിക് സ്പോട്സ് ഇൻ യുവർ ഹോം ടൗൺ? നിങ്ങളുടെ പ്ലേസിലുള്ള എന്തെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക് സ്പോട്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസോ മോണുമെൻറ്റ്സോ എന്തെങ്കിലും ഹിസ്റ്ററിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള അല്ലെങ്കിൽ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ പ്ലേസിൽ പറയാനുണ്ടെങ്കിൽ സ്പീക്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, ദെൻ ക്യാൻ യു ടെൽ മീ സം ഹിസ്റ്ററി ഓഫ് യുവർ ഹോം ടൗൺ? ചില പ്ലേസസിനൊക്കെ നല്ല ഹിസ്റ്ററിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളതായിരിക്കാം, ചില പ്ലേസൊന്നുമല്ല, എല്ലാ പ്ലേസിനും ഉണ്ട്. അപ്പോൾ ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള ഹിസ്റ്ററിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള പ്ലേസസ് ആണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കുക. അപ്പോൾ വാമപ്പ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് പോകണമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ബേസിക് ആയിട്ട് ജനറൽ നോളജ് എന്നുള്ള രീതിയിൽ നമ്മളുടെ പ്ലേസിനെ പറ്റി നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു നെയിമിൻ്റെ മീനിങ്. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് യുവർ നെയിം? മൈ നെയിം ഇസ് അർച്ചന, അർച്ചന മീൻസ് വേർഷിപ്പ് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഒരാൾ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ അറിയാമല്ലോ എൻ്റെ നെയിം മീനിങ് എന്താണെന്നുള്ളത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ
നമ്മൾ കംഫർട്ടബിൾ ആവുന്നു, വി ആർ ഹാവിങ് എ കാഷ്വൽ കോൺവെർസേഷൻ, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഈ വാമപ്പ് സെഷൻ റിയൽ ടെസ്റ്റിൻ്റെ ടൈമിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നൗ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇൻഫർമേഷൻ. Questions in warm-up that can be asked about your personal background. Okay, the first one, are you a student or do you have a job? നിങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ അതോ വർക്ക് ചെയ്യുന്ന ആളാണോ? പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം പഠിക്കുന്നതാണെങ്കിൽ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും, അതല്ല വർക്ക് ചെയ്യുന്നതാണെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. യെസ്, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പറയാം യെസ് ഐ എം എ സ്റ്റുഡൻറ്റ് സ്റ്റഡിങ് അറ്റ് ദിസ് പെർട്ടിക്കുലർ കോളേജ് ഓർ എന്ത് സബ്ജക്റ്റിലാണ് ഗ്രാജുവേഷൻ എന്നുള്ളത് പറയാം. അതല്ല നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാഡ് ജോബ് അല്ലെങ്കിൽ യു വെ വർക്കിംഗ് ഇൻ എ പെർട്ടിക്കുലർ അക്കാഡമി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. ആൻഡ് അതർ റിലേറ്റഡ് ആയിട്ട് പിന്നെ സംസാരിക്കുക. ഇഫ് യു ഹാവ് വർക്ക് എക്സ്പീരിയൻസ് മെൻഷൻ അബൌട്ട് ദാറ്റ്. ഇനി സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടില്ലേ, വാട്ട് ഡു യു ലൈക്ക് മോസ്റ്റ് അബൌട്ട് യുവർ സ്റ്റഡി? നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? ചിലപ്പോൾ ചോദിക്കാം. നെക്സ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് ജോബ് ഡു യു പ്രിഫർ ആഫ്റ്റർ ഗ്രാജുവേഷൻ? നിങ്ങൾ ഗ്രാജുവേറ്റ് ആയി കഴിയുമ്പോൾ ഏത് കൈൻഡ് ഓഫ് ജോബാണ്, ഏത് ടൈപ്പ് ഓഫ് ജോബാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ നമ്മളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നമുക്കൊരു ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ, ഒരു പ്ലാനിങ് ഉണ്ടോ എന്നൊക്കെ കൂടി അവർ ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, വാട്ട് ഈസ് യുവർ സോ ദാറ്റ്സ് എ റോങ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്? നിങ്ങൾ ജീവിതമാർഗത്തിനായിട്ട് എന്താണ് ചെയ്യുന്നത്? ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നുമില്ല, സ്റ്റഡീസുമില്ല, യു ആർ നോട്ട് എ സ്റ്റുഡൻറ്റ് ആൻഡ് യു ആർ നോട്ട് എൻ എംപ്ലോയി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ഇതല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്താണ്, എങ്ങനെയാണ് യു ആർ ഏർണിംഗ് മണി എന്നുള്ള ക്വസ്റ്റ്യൻ ഒരു പക്ഷെ വന്നേക്കാം. അപ്പോൾ സ്റ്റുഡൻസും വർക്ക് ചെയ്യാത്തവരുമാണ് IELTSൻ്റെ ടെസ്റ്റ് എഴുതുന്നതെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെയും വന്നൂടെ? സോ അപ്പോൾ നിങ്ങൾക്ക് അതിലും പറയാൻ എന്തുണ്ടായിരിക്കണം? ഒരു ആൻസർ ഉണ്ടായിരിക്കണം. കുഡ് യു ടെൽ മീ എ ടിപ്പിക്കൽ ഡേ ഓഫ് യോഴ്സ്? പിന്നീട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ റുട്ടീൻ എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കും നിങ്ങളൊരു ഡേ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്യും. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഒരു സൈറ്റിലും നോക്കി അല്ലെങ്കിൽ ഒരു ഡിക്ഷണറിയും നോക്കിയിട്ടൊന്നും ഭയങ്കര വർക്ക് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ബട്ട് ഇതൊക്കെ വളരെ ബേസിക്കായിട്ട് നമ്മളെപ്പറ്റി തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെ പറ്റിയിട്ടാണ് ഈ ചോദിച്ചിരിക്കുന്നത് മൊത്തം. അതെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു നോളജ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഹൗ ഡു യു ഗെറ്റ് യുവർ ജോബ്? നിങ്ങൾക്ക് എങ്ങനെ ഒരു ജോലി കിട്ടി? ഇസ് ഇറ്റ് ആഫ്റ്റർ റൈറ്റിംഗ് ആൻ എക്സാമിനേഷൻ ഓർ ഇസ് ഇറ്റ് ആഫ്റ്റർ അറ്റൻഡിങ് ആൻ ഇൻ്റർവ്യൂ? അല്ലെങ്കിൽ ബൈ ചാൻസ് കിട്ടിയതാണോ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയോ റെഫർ ചെയ്യുകയോ ചെയ്തതാണോ? ഹൗ ഡു യു ഗെറ്റ് യുവർ ജോബ്? ഓക്കെ, അത് അറിഞ്ഞിരിക്കുക, അത് പറയാൻ അറിഞ്ഞിരിക്കുക. ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ജോബ്? നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തയാണോ അല്ലെങ്കിൽ സംതൃപ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ആൻസർ പറയാം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന ജോബ് അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട്, നമ്മളുടെ ഫുള്ള് കൊടുത്തിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷനെ പറ്റി സംസാരിക്കുമ്പോൾ ഹൗ ഹാപ്പി വി ആർ ഇൻ ഡൂയിങ് അവർ ജോബ് എന്നുള്ളത് നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾ പറയാൻ അറിയുക. വാട്ട് ഡു യു ലൈക്ക് മോസ്റ്റ് അബൌട്ട് യുവർ ജോബ്? നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫാക്ടർ എന്താണ്, അല്ലെങ്കിൽ ജോലിയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? സ്പീക്ക് അബൌട്ട് ഇറ്റ്. വാട്ട് കൈൻഡ് ഓഫ് ജോബ് ഡു യു പ്രിഫർ ഇൻ ദ ഫ്യൂച്ചർ? ഇനിയിപ്പം ഒരു സ്റ്റുഡൻറ്റിനോടായിരിക്കാം ഈ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഭാവിയിൽ ഏത് ജോബ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? ഇനി ഇതൊന്നും അല്ല, ചിലപ്പം IELTS ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ അബ്രോഡ് പോയി കഴിയുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ജോബ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നതെന്നായിരിക്കും. സോ ഇത് ആരോടും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഐ വോണ്ട് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് വൺ തിങ് അഗെയിൻ, ലൈക്ക് ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ട് നമ്മളോട് ചോദിക്കണമെന്നില്ല. ഓരോ സെക്ഷൻ വൈസ് ഓരോ സെക്ഷൻ്റെയും നേച്ചർ അനുസരിച്ച് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം വരുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് പോവുക എന്നുള്ളതാണ്. വാമപ്പിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടില്ലേ, ഇതൊന്നും ഭയങ്കര ഇൻ്റലക്ച്വൽ ലെവലായിട്ടുള്ള നോളജൊന്നും വേണ്ട നമുക്കിത് ആൻസർ ചെയ്യാനൊന്നും. ബട്ട് ബേസിക്കായിട്ട് നമ്മളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അത് പ്രോപ്പർ ഇംഗ്ലീഷിൽ നമുക്ക് കൺവേ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആ ടൈമിലായിരിക്കണം നമ്മൾ കംഫർട്ടബിൾ ആവുന്നതും ബാക്കി ക്യൂക്കർ ആൻഡ് ഫോളോ അപ്പ് സെഷൻ ചെയ്യാൻ ഒന്നുകൂടി കോൺഫിഡൻറ്റ് ആവുന്നതും. സോ നോ മോർ അബൌട്ട് ഇറ്റ്. യെസ്,
Now your hobby or inclination. നിങ്ങളുടെ ഹോബീസ് എങ്ങനെയൊക്കെയാണ്? നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഫ്രീ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹോബി ഓർ ഇൻക്ലിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു യൂഷ്വലി ഡു ഇൻ യുവർ സ്പെയർ ടൈം? നിങ്ങൾ ചുമ്മാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, അനൂപ് has asked a question, ma'am, what should I do if I don't fully understand the question during the warm-up? ഓക്കെ, നമുക്ക് വാമപ്പിൻ്റെ ടൈമിൽ ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഇൻ്റർവ്യൂവറിനോട് റിപ്പീറ്റ് ചെയ്യാൻ ചോദിക്കാം വാമപ്പ് ആണെങ്കിൽ. പക്ഷേ ക്യൂ കാർഡിൽ പറ്റില്ല, ഫോളോ അപ്പിലും പറ്റില്ല. ഫോളോ അപ്പിൽ പറ്റും, പക്ഷേ വാമപ്പ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഉത്തരം പറയാൻ അറിയാൻ പറ്റാത്ത രീതിയിലൊന്നും മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. വളരെ ഈസി ലാംഗ്വേജിൽ തന്നെയായിരിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവറിൻ്റെ ആക്സെൻറ്റോ അല്ലെങ്കിൽ പറയുന്ന പേസോ ഒന്നും അതുകൊണ്ട് വ്യക്തമായില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ദേ വിൽ റിപ്പീറ്റ് ഇറ്റ്. യു ക്യാൻ ആസ്ക് ദറ്റ് ക്വസ്റ്റ്യൻ ടു ദി ഇൻ്റർവ്യൂവർ. പക്ഷെ അവിടെ റീഫ്രീസ് ചെയ്ത് കിട്ടാനൊന്നും പറ്റില്ല കേട്ടോ. ഇത് വാമപ്പിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. യെസ്, നമ്മളിതൊക്കെ ഓൾറെഡി ലാസ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ ഇഫ് യു ലുക്ക് ഇറ്റ് ദറ്റ് ലൈവ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഇറ്റ്. ഇത് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം ഓരോ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട്. Okay, I hope you understand what I've explained. Okay, now, hobby and inclination related questions. What do you usually do in your spare time? നിങ്ങൾ ഫ്രീ ടൈമിൽ എന്താണ് ചെയ്യാറുള്ളത്? Do you prefer to stay alone or with your friends? Like people are of different kinds. They can be introverts, എക്സ്ട്രോവേർട്സ് ഓർ ആംബിവേർട്സ്. അപ്പം നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ അതോ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? അപ്പം ഓരോരുത്തരുടെയും ആൻസർ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതിനൊക്കെ ആൻസർ പറയാൻ നിന്നാൽ നമുക്ക് സ്പെസിഫിക് ആൻഡ് പെർട്ടിക്കുലർ ആയിട്ടൊരു ആൻസർ പറയാനില്ല വാമപ്പിൽ. ഓക്കെ, ഐ ക്യാൻ ഓൺലി ഹെൽപ്പ് യു വിത്ത് ദിസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദി ഐഡിയാസ്. ലൈക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ആൻസർ. ഇപ്പം ഞാനൊരു എക്സ്ട്രോവേർട്ട് പേഴ്സൺ ആണെങ്കിൽ ഐ ബി സേയിങ് ലൈക്ക് I want to spend my time with my friends always because I don't like silence. ഇനി ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു ആളാണ് പറയുന്നതെങ്കിൽ ഐ ലൈക്ക് എ വെരി കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്ന ഇഷ്ടമില്ലെന്നായിരിക്കും. ആംബിവേർട്ട് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദിയർ മൂഡ്. ലൈക്ക് സംടൈംസ് അവർക്ക് സൈലൻ്റ് ആയിട്ട് ഇരിക്കണമായിരിക്കും ആൻഡ് അതർ ടൈംസ് അവർക്ക് ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യണമായിരിക്കും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ മൂഡ്. അപ്പോൾ നിങ്ങളെ മാത്രം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് വാമപ്പിൽ ചോദിക്കുന്നത് മൊത്തം. അപ്പോൾ നിങ്ങളുടെ ആൻസറാണ്. അപ്പോൾ അവിടെ അത് എത്രമാത്രം ശരിയാണെന്നുള്ളതോർത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നും ഇല്ല. ദെൻ വാട്ട് ഡു യു യൂഷ്വലി ഡു ഓൺ വീക്കെൻഡ്സ് ആൻഡ് വീക്ക് ഡേയ്സ്? അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ വീക്കെൻഡ്സും വീക്ക് ഡേയ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ അനൂപ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ മൊത്തം മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. ചിലപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒന്നുകൂടി ഇൻ്റർവ്യൂവർ എന്ത് ചെയ്യാം, ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ വീക്കെൻഡും വീക്ക് ഡേയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഇതിന് ആൻസർ പറയുക. അപ്പോൾ ആ ടൈമിൽ പാനിക്കായിട്ടൊന്നും കൺഫ്യൂസ്ഡ് ആവുകയോ അതിൻ്റെ ആൻസർ തെറ്റിച്ച് പറയുകയോ ചെയ്യരുത്. ദെൻ നൗ വാട്ട് ഡു യു യൂഷ്വലി ഡു വെൻ യു ഗോ ഔട്ട്? നിങ്ങൾ പുറത്ത് പോകുന്ന സമയങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ സ്പെയർ ടൈം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഹോബീസ് ആൻഡ് നിങ്ങളുടെ ഇൻക്ലിനേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. വാട്ട് ഡു യു യൂഷ്വലി ഡു വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? നിങ്ങൾ മൂവീസ് വാച്ച് ചെയ്യാൻ പുറത്ത് പോകാറുണ്ടോ? അല്ലെങ്കിൽ ചിറ്റ്-ചാറ്റ്സിലൂടെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? ഗെയിംസ് കളിക്കുകയാണോ ചെയ്യുന്നത്? അതോ നല്ല കോൺവെർസേഷൻസ് ഉണ്ടാക്കിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്? ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നു? അപ്പോൾ ഇതിനും എനിക്ക് പെർട്ടിക്കുലറായിട്ടൊരു ആൻസർ തരാൻ പറ്റുമോ? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ആൻസറും പറയാം, പക്ഷേ അത് പ്രോപ്പർ ലാംഗ്വേജിൽ നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് പറയാം. ദാറ്റ്സ് ഇറ്റ്. Do you like reading? What kinds of book do you like best? Do you like English? Why or why not? അപ്പം റീഡിങ്ങിൻ്റെ 2 ക്വസ്റ്റ്യൻ വന്നു. ചിലപ്പം അതെന്തിനാണ് ഇവിടെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ചിലരുടെ ഹോബി എന്ന് പറയുന്നത് റീഡിങ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ റീഡിങ്ങിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റീഡിങ് ഇഷ്ടമുള്ള ഒരാളോട് പിന്നെ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാണോ? എന്ത് കൈൻഡ് ഓഫ് ബുക്സ് ആയിരിക്കും നിങ്ങൾ വായിക്കുന്നത്?
ഒരു നല്ല റീഡർ ആണെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി റീഡിങ് ബുക്സ് ഓഫ് ഡിഫറെൻറ്റ് ജോൺറാസ് അല്ലേ. ഗോത്തിക് നോവൽസ് വായിക്കാം, റൊമാൻറ്റിക് നോവൽസ് വായിക്കാം. അപ്പോൾ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ അഗെയിൻ. അപ്പോൾ നിങ്ങളൊരു റീഡർ ആണെന്നൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു ക്വസ്റ്റ്യൻസിനും കൂടി ആൻസർ പറയാൻ നിങ്ങൾ ഫുള്ളി കോൺഫിഡൻ്റ് ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണോ, എന്തുകൊണ്ട് എന്നുള്ളതും കൂടി. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനിരിക്കുകയാണ്. മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷ് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കുക, കാരണം ഇംഗ്ലീഷിനെ ഇഷ്ടപ്പെട്ടേ പറ്റൂ. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഇറ്റ്സ് യുവർ ചോയ്സ്. അതെന്തുകൊണ്ടെന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. വാട്ട് ഡു യു തിങ്ക് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ്? ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണല്ലോ IELTS പോലെ ഒരു ടെസ്റ്റ് എഴുതാനിരിക്കുന്നതും ഒക്കെ തന്നെ. സോ ഇംഗ്ലീഷ് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഏതൊരു കൺട്രിയിൽ പോയാലും ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദി നേറ്റീവ് ലാംഗ്വേജ് ഓഫ് ദാറ്റ് പ്ലേസ് ആൻഡ് ഇഫ് യു നോ ഇംഗ്ലീഷ്, അവിടെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെങ്കിലും കാണും. അതാണ് ഇംഗ്ലീഷിൻ്റെ ഇപ്പോഴത്തെ പ്രോമിനൻസ് എന്ന് പറയുന്നത്. വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഇറ്റ്സ് എ ലിങ്ക്വ ഫ്രാങ്ക. അപ്പം ഇംഗ്ലീഷിനെ പറ്റി ചോദിച്ചാലും യു നോ ടു ആൻസർ. വാട്ട് എ ഗുഡ് ഹോബീസ് ആൻഡ് ബാഡ് ഹോബീസ് ആൻഡ് വൈ? അപ്പോൾ ഹോബീസിനെ റിലേറ്റ് ചെയ്ത് തന്നെ വരുന്നതാണ്. ഗുഡ് ആൻഡ് ബാഡ് ഹോബീസ് എന്താണ്? നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഹോബീസ് ഉണ്ട്, അതിൽ നിങ്ങൾ തന്നെ അതിനെ ഗുഡ് ആൻഡ് ബാഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ഹോബീസ് എന്താണ്, ബാഡ് ഹോബീസ് എന്താണ് എന്ന് ചോദിച്ചാൽ ട്രൈ ടു ആൻസർ ദാറ്റ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വാമപ്പിന് വരുന്നത്. ഓരോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടായിരിക്കാം വരാൻ ചാൻസ് ഉള്ളത്. യൂഷ്വലി 2 to 3 ടോപ്പിക്സ് വരെ വാമപ്പിൽ ചോദിക്കും. ഒരു 5 minutes ടൈം എടുത്തിട്ടായിരിക്കും. ഓക്കെ. ദെൻ ഗുഡ് ആഫ്റ്റർനൂൺ പ്രിൻസി ഫിലിപ്പ്. നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയിട്ട് ചോദിക്കാം. നിങ്ങളോട് പേരും നിങ്ങളുടെ ഹോം ടൗണിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ഇൻ കേസ് അവർ ആദ്യമേ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം വരാൻ ചാൻസ് ഉള്ളത്? നിങ്ങൾ എന്തുകൊണ്ട് ഈ IELTS ടെസ്റ്റ് എഴുതുന്നു? വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് പറയാൻ ആൻസർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ദെൻ വാട്ട് ആർ യു പ്ലാനിങ് ടു ഡു ഇൻ ദ നെക്സ്റ്റ് 5 years? അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഇത് 5 എന്നുള്ളത് ജസ്റ്റ് ഒരു റെഫറൻസിന് നമ്മൾ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. അത് ഫ്യൂച്ചറിൽ നിന്ന് മാത്രമാവാം, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നുള്ളതാവാം, അല്ലെങ്കിൽ ഗ്രാജുവേഷന് പകരം അത് എന്തുമാവാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നുള്ളത് നിങ്ങൾ പറയാൻ അറിഞ്ഞിരിക്കുക. വാട്ട് ആർ യു പ്ലാനിങ് ടു ഡു ഇൻ ദ നെക്സ്റ്റ് 10 years? അങ്ങനെയും ചോദിക്കാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് യു വിൽ ഡു വെൻ യു അറൈവ് അറ്റ് ദ ന്യൂ പ്ലേസ്? നിങ്ങൾ പുതിയൊരു സ്ഥലത്തെത്തുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? നിങ്ങൾ ആദ്യമായിട്ടൊരു സ്ഥലത്ത് പോകുന്നു, അവിടെ ചെന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബേസിക് നേച്ചർ എന്താണെന്ന് റിവീൽ ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ വളരെ എന്താ പറയുക, നമ്മളുടെ ഇഷ്ടമാണ് നമ്മൾ എന്ത് ആൻസർ പറയണമെന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു ആൻസർ പറഞ്ഞതിൻ്റെ പേരിൽ എന്ത് കൈൻഡ് ഓഫ് ഇംപ്രഷൻ അവർക്ക് ഉണ്ടാവുന്നുള്ളതിനെ പറ്റി, കാരണം നമ്മൾ അങ്ങനെ മോശമായിട്ടൊന്നും പറയില്ലല്ലോ. സോ ഇതാണ് ആക്ച്വലി നമ്മളെപ്പറ്റി ഒരു ഇംപ്രഷൻ കിട്ടുന്ന ഒരു ഫസ്റ്റ് റൗണ്ട് തന്നെയാണ്. അത് മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ആൻസേഴ്സും കൂടി പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാണും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചു, ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വാമപ്പിൽ എന്ത് ചെയ്യണം, അതിനുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ. പിന്നെ ഇതിൻ്റെ മാർക്സ്, ഇത് വാമപ്പ് നമ്മൾ മോശമായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഇറ്റ് എഫക്റ്റ് അവർ ഓവറോൾ സ്കോർ? അതും ഞാൻ പറഞ്ഞു. വാമപ്പിനെക്കാട്ടിൽ കൂടുതൽ കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻസ് ഉള്ളത് ക്യൂ കാർഡ് ആൻഡ് ഫോളോ അപ്പിന് തന്നെയായിരിക്കും. വാമപ്പ് നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ കംഫർട്ടബിൾ ആക്കി വെക്കുന്ന ഒരു പോയിൻ്റാണ്. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കാതിരിക്കുക, നമ്മളെ തന്നെ കംഫർട്ടബിൾ ആക്കി വെക്കുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നല്ല ആൻസേഴ്സ് കൊടുക്കാൻ പറ്റി കഴിയുമ്പം അത് നമ്മളുടെ ബാക്കി സെഷൻസിലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് മാറ്റേഴ്സ് എ ലോട്ട്. ഓക്കെ. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളെ പറ്റി തന്നെ പറയുന്നതാണ്, നമ്മൾക്കത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റും. ഇനിയും ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളോടിപ്പം ഡിസ്കസ് ചെയ്തു, എന്തൊക്കെ റിലേറ്റ് ചെയ്ത് വാമപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നുള്ളത്. അപ്പം നമ്മളെ ID കാർഡ്, അല്ലെങ്കിൽ നമ്മുടെ നെയിം, ഹോം ടൗൺ ഓർ ബർത്ത് പ്ലേസ്, പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇൻഫർമേഷൻ, ഹോബി ഓർ ഇൻക്ലിനേഷൻ, ഫ്യൂച്ചർ പ്ലാൻ. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ എന്നുള്ള ഡൗട്ട് ഒരിക്കലും പാടില്ല. ഇതിലും കൂടുതൽ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ചിലപ്പം നമ്മളോട് ചോദിക്കാൻ ലെറ്റ്സ് ടോക്ക് അബൌട്ട് റോബോട്ട്സിനെ പറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ അബൌട്ട് ഡ്രിങ്കിങ് വാട്ടർ, ഇമെയിൽസ്,
ഓക്കെ, ടീച്ചേഴ്സ് എന്തും ചോദിക്കാം, ബട്ട് അതൊക്കെ ഈസി ടോപ്പിക്സ് തന്നെയായിരിക്കും, നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനും പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻസ്ഡ് ആവണ്ട. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക, നമ്മളെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അത് കൂടാതെ 1-2 ടോപ്പിക്സും കൂടി ചോദിക്കാം. ആൻഡ് ഫൈനലി ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടോ. നമ്മളൊരു ആൻസർ പറയുമ്പോൾ വാമപ്പിൽ ഒരുപാട് ഇലാബറേറ്റ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ നമ്മൾ ഓവർ ഇലാബറേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവർ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഹൗ ഇമ്പോർട്ടൻറ്റ് ആർ ഫ്രണ്ട്സ് ടു യു? നിങ്ങൾക്ക് സുഹൃത്തുക്കൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ഒരു ക്വസ്റ്റനാണ്. അതിൻ്റെ ആൻസർ നോക്കിക്കേ. മൈ ഫ്രണ്ട്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ് ടു മീ. ഐ എൻജോയ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. തീർന്നു, അവിടെ തീർന്നു. ലൈക്ക് മാക്സിമം ഒരു 2 to 3 സെൻറ്റൻസ് ആവുക, അത്രേ പാടുള്ളൂ. ഡു യു ഓഫൻ go out with your friends? Yes, I often go out with my friends, mostly to the movies or shopping malls. നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. Where do you often meet each other? We often meet at the playground, shopping centers, or at eating joints. Okay? Next, what do you usually do with your friends? Usually we spend time chit-chatting or doing some activity together like watching movie. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചില ആൻസേഴ്സ് വന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇത് സത്യസന്ധമായിട്ടുള്ള ആൻസേഴ്സാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇറ്റ് ഈസ് ആസ് ഈസി ആസ് ദാറ്റ്. ഓക്കെ, അത്രയും ഈസി ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ് വാമപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ലൈവിൽ കൂടി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇൻ്റർവ്യൂവറിൻ്റെ റൂമിൽ ചെന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ദേ വിൽ ബി ആസ്കിങ് അവർ ID, പിന്നെ നമ്മുടെ ഫുൾ നെയിം, അവർ നമ്മളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ വി ആർ നോട്ട് മെൻഷനിങ് ദാറ്റ്, അത് ചോദിക്കാം. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും മാത്രമല്ല, ലൈക്ക് ഇൻ എ ലൈവ് എനിക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്സിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. എന്ത് ചോദിച്ചാലും കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് ആൻഡ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ് in your speaking. Okay, so I hope this session was really useful for you. If you have any doubts, you can comment it. Thank you. This is Archana from Tiju's Academy.